ബി.ജെ.പി. മുൻ എം.പിയും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗ് പോക്സോ കേസ് തള്ളിപ്പോയതോടെ വിജയാഘോഷത്തിലാണ്. നാടുനീളെ ആവേശത്തോടെ സ്വീകരണമൊരുക്കുകയാണ് അനുയായികൾ. ഗുണ്ടകൾക്ക് മുന്നിൽ നിയമം തലതാഴ്ത്തുന്നുവെന്ന അതിജീവിതകൾക്കായി ഉറച്ചുനിന്ന ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും മറുവശത്ത് പറയുന്നുണ്ട്. 2023 പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 7 ഗുസ്തി താരങ്ങൾ ബ്രിജ്ഭൂഷണെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി മൊഴി തിരുത്തിയതോടെയാണ് പോലീസ് കേസ് അവസാനിപ്പിക്കാൻ പട്യാല ഹൗസ് കോടതിയെ സമീപിച്ചത്. മറ്റ് 6 ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ പോലീസ് ബ്രിജ്ഭൂഷണെതിരെ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 6 താരങ്ങളുടെ പരാതി ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണെന്നും സമ്മർദ്ദം ചെലുത്തി ഈ കേസ് പിൻവലിക്കാൻ ശ്രമമുണ്ടെന്നുമാണ് ബജ്രംഗ് പൂനിയയുടെ പ്രതികരണം. ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണവും പിന്നാലെ ദിവസങ്ങളോളം ദേശീയ തലസ്ഥാനത്ത് നടന്ന ഗുസ്തി താരങ്ങളുടെ സമരവുമായിരുന്നു അന്ന് ഇന്ത്യൻ ഗുസ്തി കായിക രംഗത്തെ കാഴ്ച. ലൈംഗിക പീഡന പരാതിയിൽ ബ്രിജ്ഭൂഷണെതിരെ നടപടി ആവശ്യപ്പെട്ട വലിയ പ്രതിഷേധമാണ് 2023 തുടക്കത്തിൽ രാജ്യതലസ്ഥാനത്ത് അലയടിച്ചത്. 2016, 2022 വർഷങ്ങളിൽ മംഗോളിയയിൽ നടന്ന ഏഷ്യ ചാമ്പ്യൻഷിപ്പിനിടെയും 2018 ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന ഏഷ്യ ഗെയിംസിനിടെയും കസാഖിസ്ഥാനിലെ മത്സരത്തിനിടെയും തങ്ങൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നായിരുന്നു താരങ്ങളുടെ പരാതി. പിന്നാലെ നടപടി ആവശ്യപ്പെട്ട ഇന്ത്യയുടെ രാജ്യാന്തര ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ട, സാക്ഷി മാലിക, ബജ്രംഗ് പൂനിയ എന്നിവരുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ദിവസങ്ങളോളം നീണ്ട സമരം അരങ്ങേറി. അതിനിടെ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ അടുത്ത അനുയായി സഞ്ജയ് സിംഗ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. തൊട്ടുപിറകെ മാധ്യമങ്ങളെ കണ്ട സാക്ഷി മാലിക് അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബ്രിജ്ഭൂഷൺ സിംഗിന്റെ വ്യാപാര പങ്കാളിയായ സഞ്ജയ് സിംഗ് പ്രസിഡന്റായി വരുന്ന ഗുസ്തി ഫെഡറേഷനെ അംഗീകരിക്കാനാവില്ലെന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ബൂട്ടടിച്ച പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ അഭിമാന താരത്തിന് പറയേണ്ടി വന്നു. തങ്ങൾ പോരാടിയത് ഹൃദയം കൊണ്ടാണെന്ന് പറഞ്ഞവസാനിപ്പിച്ചു. സാക്ഷി മാലിക്കിന് പിന്തുണയുമായി ഒളിമ്പിക് മെഡൽ ജേതാവ് ബജ്രംഗ് പൂനിയ തനിക്ക് ലഭിച്ച പത്മശ്രീ പുരസ്കാരം തെരുവിൽ ഉപേക്ഷിച്ചു. വനിതാ ഗുസ്തി താരങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ പത്മശ്രീ ജേതാവായി ജീവിക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയ തുറന്ന കത്തിൽ ബജ്രംഗ് പൂനിയ വ്യക്തമാക്കി. നീതി നിഷേധം തുടർന്നപ്പോൾ അന്താരാഷ്ട്ര മെഡലുകളടക്കം എല്ലാ നേട്ടങ്ങളും ഗംഗാ നദിയിൽ ഒഴുക്കാൻ തുനിഞ്ഞ ഗുസ്തി താരങ്ങളെ കർഷക നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചതും രാജ്യം കണ്ടു. വിട്ടൊഴിയാത്ത വിവാദങ്ങളുടെ തോഴനാണ് ബ്രിജ്ഭൂഷൺ. ഞാനൊരു കൊലപാതകം ചെയ്തു, ആളുകൾ എന്തു പറഞ്ഞാലും ഞാനൊരു കൊലപാതകിയാണ്. ഒരു കൊലപാതകിയുടെ കുറ്റസമ്മതമല്ല. 6 തവണ ലോക്സഭാ MP ആയ BJP നേതാവ് ബ്രിജ്ഭൂഷൺ സിംഗിന്റെ പ്രഖ്യാപനമായിരുന്നു അത്. 2022 ഒരു വെബ് പോർട്ടലിൽ നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ഉറ്റ സുഹൃത്ത് രവീന്ദർ സിംഗിനെ വെടിവെച്ചു കൊന്നയാളെ കൊലപ്പെടുത്തിയതായി ബ്രിജ്ഭൂഷൺ സമ്മതിച്ചത്. 1992 ബാബറി മസ്ജിദ് തകർത്ത കേസിൽ ഉൾപ്പെട്ടതിനാൽ ഭൂഷണെ മറ്റ് 39 പേർക്കൊപ്പം CBI അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതിയായ ഇയാൾക്ക് പിന്നീട് 2020 സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകി. 1992 തന്നെ JJ ഹോസ്പിറ്റൽ ഷൂട്ടൌട്ട് സംഘടിപ്പിക്കാൻ ദാവൂദ് ഇബ്രാഹിമിനെ സഹായിച്ചതിന് ഇയാൾക്കെതിരെ തീവ്രവാദ വിഭജന പ്രവർത്തനങ്ങൾ തടയൽ നിയമവും ചുമത്തപ്പെട്ടിരുന്നു. തീർന്നില്ല. ചെറുപ്പകാലത്ത് ബ്രിജ്ഭൂഷൺ സിംഗ് മോട്ടോർ സൈക്കിളുകൾ മോഷ്ടിച്ചിരുന്നതായും 1980കളിൽ ഒരു മദ്യമാഫിയയുടെ ഭാഗമായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. 1993 ഒരു വെടിവെപ്പിലും ഉൾപ്പെട്ടിരുന്ന ഇയാളെ പിന്നീട് പ്രാദേശിക കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു. 1990കളുടെ അവസാനത്തിൽ, അതായത് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിലാണ് നിയമപഠനം പൂർത്തിയാക്കി ബ്രിജ്ഭൂഷൺ BJPയിലേക്ക് എത്തുന്നത്. പിന്നാലെ രാമക്ഷേത്ര സമരത്തിന്റെ പ്രധാന മുഖങ്ങളിൽ ഒരാളായി ബ്രിജ്ഭൂഷൺ മാറി.